ജസാക്കല്ലാഹു ഖൈർ. ഇപ്പോൾ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല ആദ്യം വിളിക്കുന്ന സമയത്ത് എല്ലാവരും. നമ്മുടെ അടുക്കത്ത് വയൽ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ്. എത്ര 8 വർഷമല്ലേ? 11 വർഷമായി അടുക്കത്ത് വയൽ അൽബയാൻ കോളേജിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ കാര്യമായ കാര്യദർശിയാണ്, പ്രിൻസിപ്പാളാണ്. അദ്ദേഹത്തിനിക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. നല്ല ക്ലാസ്സാണ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഹജ്ജും ഉംറയും ചെയ്താൽ പിന്നീട് എങ്ങനെ ജീവിക്കണമെന്ന് ആ ക്ലാസ്സിലൂടെ അദ്ദേഹം നമ്മളെ വരച്ച് കാട്ടുകയാണ് ചെയ്തത് ചുരുങ്ങിയ പ്രസംഗത്തിൽ. ഇനി ഇൻഷാ അള്ളാഹ് നിസ്കരിച്ച് വന്ന ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുക, നിസ്കരിക്കാൻ ബാക്കിയുള്ള ആളുകളൊക്കെ പള്ളിയിലേക്ക് പോയി നമുക്ക് ജമാഅത്തായിട്ട് ഇൻഷാ അള്ളാഹ് ളുഹർ നിസ്കരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തിരിച്ച് രണ്ടാമത് നിസ്കരിക്കാൻ പോയവർക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ തിരക്കും കുറയും, വളരെ സമാധാനത്തിലാകും. സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാം ഭക്ഷണം കഴിക്കണം, ആരും ബാക്കിയാകരുത്. പിന്നെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി എന്താക്കണം, കൗണ്ടറിൽ പോകണം. ആ ഫോട്ടോ ദർശനമുള്ള റൂമിൽ കയറി അതെല്ലാം നിങ്ങൾക്ക് 1 മണിക്കൂർ റെസ്റ്റ്, ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് ക്ലാസ് തുടങ്ങും. 2:30 മണിക്ക് വീണ്ടും ആരംഭിക്കും. അപ്പോഴേക്ക് നിങ്ങളെല്ലാം എന്താക്കണം, ആരും പോകരുത്. ഇന്ന് അവസാനം രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. രാത്രി ഭക്ഷണം കഴിക്കുന്നെങ്കിൽ നിങ്ങൾ കയ്യിൽ പാർസലാക്കിയിട്ട് ഭക്ഷണം തരാം. നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും പോകരുത്. ഇനിയും ഇൻഷാ അള്ളാഹ് 2:30 മണിക്ക് ശേഷം ഒരുപാട് നല്ല കൗതുകമായ പ്രസംഗങ്ങൾ കേൾക്കാനുണ്ട്. കേരള ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭ പ്രാസംഗികൻ അലിയാർ കാസിമി ഉസ്താദ് ഒരു ഭാഗത്ത് സൗഹാർദ്ദം സംസാരിക്കുമ്പോൾ മതേതരത്വം എന്താണ് എന്ന് ഹിന്ദു ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതൻ കൊപ്പൽ ചന്ദ്രശേഖരൻ ഇപ്പുറത്തും, രണ്ടുപേരും ഒരേ സ്റ്റേജ് അണിനിരന്നുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തെ കമ്മിറ്റിയുമായി വളരെ സൗഹൃദമായിരിക്കുന്ന മുന്നോട്ട് പോകുന്നതിന് ഒരു കാരണക്കാരനാകും. അതുപോലെ ഒരുപാട് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാനുണ്ട്. അതൊന്നും ഇപ്പോൾ സസ്പെൻസാണ്, ഒന്നും അറിയിക്കില്ല. പിന്നീട് സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ഇൻഷാ അള്ളാഹ് അത് പ്രഖ്യാപിക്കുന്നത് സമാപന സമ്മേളനത്തിലാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് നിസ്കരിക്കാൻ മുകളിലെ റൂമിൽ സൗകര്യമുണ്ട്. മല്ലേ ഒന്ന് നടന്ന് ഇതെല്ലാം ക്യാമ്പസിൽ ഒന്ന് കണ്ട് ഒന്ന് ഫ്രഷായി പുറത്തൊക്കെ പോയി വേണമെങ്കിൽ പുറത്തൊക്കെ പോവാം. ഇതിൻ്റെ പുറത്ത് കുറേ വീടുകൾ മറ്റൊക്കെ ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്ന സേവനങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ അതൊക്കെ കാണാം. സോവനീർ ഒന്നെല്ലാവരും വാങ്ങണം. 200 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. ഏറെ എത്രയും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. 500, 1000, 1,00,000 കൊടുത്താൽ തിരക്കേടില്ല കേട്ടാ. ഇവിടെ ചിലവഴിക്കാൻ ഇഷ്ടം പോലെ പദ്ധതികളുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ ഒരു സോവനീർ കയ്യിൽ വെക്കണം. അതിലെല്ലാ ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലമായിട്ട് നമ്മുടെ പരിപാടി നിർത്തുകയാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ ഈ ഭാഗത്തും സ്ത്രീകൾ ഇടത് ഭാഗത്തും ഉള്ള കൗണ്ടറിൽ പോയി ഭക്ഷണം കഴിക്കണം. ഇനി 1 മണിക്കൂറിലേക്ക് നമ്മുടെ പരിപാടി നിർത്തിയിരിക്കുന്നു. 2:30 മണിക്ക് കൃത്യം നമ്മുടെ എന്താക്കും സാംസ്കാരിക സൗഹാർദ്ദ സമ്മേളനം ആരംഭിക്കും. അതുപോലെയൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഒന്ന് ഫ്രഷായി നിൽക്കുക. ഇൻഷാ അള്ളാഹ് 2:30 മണിക്ക് വീണ്ടും ഈ സദസ്സ് മുഴുവനും കസേരകൾ നിറച്ചുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ചെലവഴിച്ചാൽ നിങ്ങൾക്കത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് 2 ലോകത്തും വിജയം നൽകാതെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.